ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. നമുക്ക് മുൻപിൽ കാലാവസ്ഥയുടേതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവയ്ക്കിടയിലും ദൈവം നമ്മെ പോറ്റിപ്പുലർത്തുന്ന, നമ്മളെ കാത്തുപരിപാലിക്കുന്ന ആ വൻ കൃപയ്ക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. ഇന്നത്തെ ദൈവവചനം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പുതുക്കുകയും ദൈവ സാന്നിധ്യത്തിൽ കൂടുതൽ അടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ദൈവവചനം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പുതുക്കുകയും ദൈവ സാന്നിധ്യത്തിൽ കൂടുതൽ അടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, തമ്പുരാനെ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധ വചനം കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ സുഗന്ധ ധൂപം പോലെ ഉയരുവാൻ അവിടുന്ന് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന ധ്യാനം പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗമാണ്. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം. ഖദിരമരം കൊണ്ട് അതുണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം ഉയരവും ആയിരിക്കണം. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്നു തന്നെ ആയിരിക്കണം. അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അതിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുമുണ്ടാക്കണം. ചുമക്കേണ്ടുന്നതിന് തണ്ട് ചെലുത്തുവാൻ അതിൻ്റെ വക്കിനു കീഴെ ഇരുപുറത്തും 2 പൊൻവളയവും ഉണ്ടാക്കണം. അതിൻ്റെ 2 പാർശ്വത്തിലും അവയെ ഉണ്ടാക്കണം. തണ്ടുകൾ ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നു പൊതിയണം. സാക്ഷ്യപെട്ടകത്തിൻ്റെ മുൻപിലും ഞാൻ നിനക്ക് വെളിപ്പെടാനുള്ള ഇടമായി സാക്ഷ്യത്തിനു മീതെയുള്ള കൃപാസനത്തിന്റെ മുൻപിലും ഇരിക്കുന്ന തിരശീലയ്ക്ക് മുൻപാകെ അത് വയ്ക്കണം. അഹരോൻ അതിന്മേൽ സുഗന്ധധൂപം കാട്ടണം. അവൻ ദിനംപ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടണം. അഹരോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കാട്ടണം. അത് തലമുറയായി യഹോവയുടെ മുൻപാകെ നിരന്തര ധൂപമായിരിക്കണം. നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്. അതിന്മേൽ പാനീയയാഗം ഒഴിക്കുകയുമരുത്. സംവത്സരത്തിൽ ഒരിക്കൽ അഹരോൻ അതിൻ്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പ്രായശ്ചിത്തത്തിനുള്ള പാപയാഗത്തിൻ്റെ രക്തം കൊണ്ട് അവൻ തലമുറയായി വർഷാന്തര പ്രായശ്ചിത്തം കഴിക്കണം. ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം ധൂപം കത്തിക്കുവാനുള്ള സ്വർണ്ണ ധൂപപീഠത്തെക്കുറിച്ച് മോശയോട് നിർദ്ദേശിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഓരോ സായാഹ്നത്തിലും ആ ധൂപപീഠത്തിൽ സുഗന്ധധൂപം കത്തിക്കണമെന്ന് ദൈവം ഇവിടെ മോശയോട് കൽപ്പിക്കുകയാണ്. ധൂപത്തിൻ്റെ സുഗന്ധം ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ അപേക്ഷകളും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നു എന്ന മനോഹരമായ ഒരു ആത്മീയ സത്യമാണ് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥന ഒരു കടമ മാത്രമല്ല, അത് ദൈവവുമായി ജീവിക്കുന്ന ഒരു ബന്ധമാണ്. പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുന്ന ജീവിതമാണ് ആത്മീയമായി ശക്തമായ ഒരു ജീവിതം. ധൂപപീഠത്തിൽ മറ്റൊരു തീ ഉപയോഗിക്കരുത് എന്ന് ദൈവം ഈ തിരുവചന ഭാഗത്തിൽ കൽപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും
നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ നിന്നായിരിക്കണം. വെറും ആചാരമോ പതിവോ മാത്രമാകരുത്. യേശുക്രിസ്തുവിലൂടെ ഇന്ന് നമുക്ക് ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ കണ്ണുനീരും നമ്മുടെ നെടുവീർപ്പുകളും അറിയുന്നുണ്ട്. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? ഓരോ ദിവസവും ഞാൻ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നുണ്ടോ? എൻ്റെ ആരാധന ആത്മാർത്ഥതയുള്ളതാണോ? ഓരോ ദിവസത്തിൻ്റെ പ്രഭാതത്തിലും സായാഹ്നത്തിലും ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ പുതിയ ദിവസത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലെ ജീവനുള്ള ധൂപപീഠമാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ സുഗന്ധ ധൂപം പോലെ അവിടുന്ന് സ്വീകരിക്കണമേ. പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജോലികളെയും ഞങ്ങളുടെ പഠനങ്ങളെയും ഞങ്ങൾ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ എല്ലാ പ്രവർത്തന മേഖലകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന ഒരാരാധനയായി തീരുമാറാകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ കൃപയും സമാധാനവും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളിൽ പ്രകാശിപ്പിക്കട്ടെ. കർത്താവ് തൻ്റെ സമാധാനത്താൽ നിങ്ങളെ നിറയ്ക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യട്ടെ.